ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നയതന്ത്ര നീക്കങ്ങൾ തുടരുമ്പോഴും രാജ്യം എപ്പോഴും യുദ്ധമുണ്ടായാൽ നേരിടാൻ സജ്ജമായിരിക്കണമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ്. ഇറാൻ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരവും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടാൻ ഒരുങ്ങിയിരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒരിടവേളയ്ക്ക് ശേഷം രൂക്ഷമാകുന്നതിനിടെയാണ് പ്രതിരോധത്തിനും നയതന്ത്രത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇറാന്റെ പ്രതികരണം പുറത്തുവരുന്നത്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങിയെത്തിയില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ രാജ്യത്തെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണിക്ക് വഴങ്ങാൻ ഇറാൻ തയ്യാറല്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. നിലവിൽ അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നതിനെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബക്കായി വ്യക്തമാക്കി. ഇറാൻ ഇപ്പോൾ പൂർണ്ണമായും രാജ്യത്തിന്റെ പ്രതിരോധത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ തെക്കൻ മേഖലകളിൽ അമേരിക്ക അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിലെ US ആക്രമണങ്ങളിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണങ്ങൾ തുടരുമ്പോഴും നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ പൂർണ്ണമായി അടയ്ക്കരുതെന്നാണ് US-യുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന സ്പീക്കർ ഖാലിബാഫിന്റെ നിലപാട്. പ്രതിരോധത്തിനൊപ്പം നയതന്ത്രവും ഒരേ സമയം ഉപയോഗിച്ചാൽ മാത്രമേ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ പരമാവധി സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ ഊന്നിപ്പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ഹോർമൂസ് കടലിടുക്കിൽ പ്രഖ്യാപിച്ച നാവിക ഉപരോധം ബുധനാഴ്ച രാവിലെ പ്രാബല്യത്തിൽ വന്നതായി US സൈന്യം അറിയിച്ചു. ഇറാന്റെ കപ്പലാക്രമണത്തിനുള്ള മറുപടിയായാണ് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള ചരക്ക് കപ്പലുകളുടെ പോക്കുവരവ് തടയാൻ ലക്ഷ്യമിട്ടുള്ള ഈ നടപടി. അതിന് തിരിച്ചടിയായി പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭീഷണി മുഴക്കി. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാൻ ഹോർമൂസ് അടച്ചതോടെ ഏപ്രിലിൽ US-ഉം തിരിച്ച് നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ജൂൺ 17-ന് ഇടക്കാല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതോടെ ഇരുഭാഗവും ഇതിൽ നിന്ന് പിന്മാറി. എന്നാൽ 2 ആഴ്ചയായി ഹോർമൂസിലെ ബദൽ പാതയിലൂടെ പോകുന്ന കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിടാൻ തുടങ്ങിയതോടെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ ഹോർമൂസിന്റെ സമ്പൂർണ്ണ നിയന്ത്രണാവകാശം തങ്ങൾക്കാണെന്നാണ് ഇറാൻ പറയുന്നത്. ടോൾ ഈടാക്കാനും ലക്ഷ്യമിടുന്നു. ഹോർമൂസിലെ ഏക അംഗീകൃത പാത ഇറാന്റെ നിയന്ത്രണത്തിലുള്ളതാണെന്നും മറ്റു വഴികളിലൂടെ പോകുന്ന കപ്പലുകളിലെ ലക്ഷ്യമിടുമെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുമെന്നും അതിനായി അവ ചരക്കു മൂല്യത്തിന്റെ 20% ടോൾ നൽകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഗൾഫ് നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നിലപാട് മാറ്റി. ടോൾ വാങ്ങില്ലെന്നും കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരമായി ഗൾഫ് രാഷ്ട്രങ്ങൾ US-യുമായി വ്യാപാര കരാർ ഉണ്ടാക്കണമെന്നും കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.